സുഹൃത്തുക്കളെ, വെയിൽ വഴിയിലെ ഇലത്തണൽ 20 കവിതകളുള്ള ഒരു ചെറിയ പുസ്തകമാണ്. പുസ്തകം വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റോബർട്ട് ഓപ്പൺഹൈമർ എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം അണുബോംബിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും പ്രയോഗിച്ച അണുബോംബ് ആദ്യമായി രൂപകൽപ്പന ചെയ്തത് ആ പ്രോജക്റ്റിൻ്റെ പ്രധാന നായകൻ ആയിരുന്നത് ഓപ്പൺഹൈമറാണ്. ഓപ്പൺഹൈമർ അണുബോംബിൻ്റെ സയൻസാണ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു. മനോഹരമായ കവിതകൾ എഴുതിയിട്ടുള്ള, സാഹിത്യ ആസ്വാദനം നടത്തിയിരുന്ന, തത്വചിന്താപരമായി ജീവിതത്തെ സമീപിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു ഓപ്പൺഹൈമർ. ഒരിക്കൽ പോൾ ഡിറാക്ക് ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ്, ഓപ്പൺഹൈമറെ പോലെ തന്നെ. ഡിറാക്ക് ഓപ്പൺഹൈമറോട് ചോദിച്ചു, താങ്കൾ ശാസ്ത്രജ്ഞനാണല്ലോ, അതിൻ്റെ ഒപ്പം താങ്കൾ ഈ കവിതയും സാഹിത്യവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി, സയൻസ് എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്ന പ്രവർത്തനമാണ്. കവിത അതിൻ്റെ നേരെ എതിരാണ്. ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കവിത പറയുന്നത്. പക്ഷെ അത് ഒറ്റ കേൾവിയിൽ മനസ്സിലാവാത്ത രീതിയിൽ വേണം പറയാൻ. ഒറ്റ കേൾവിയിൽ പറഞ്ഞാൽ പിന്നെ അത് കവിതയല്ല, അത് സയൻസാണ്. അതേസമയം നിങ്ങൾ പറയേണ്ട കാര്യം ഉള്ളിൽ വയ്ക്കുകയും അത് ധ്വനിപ്പിക്കുക മാത്രം ചെയ്യുകയും വായനക്കാർ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് കവിത പൂർണ്ണമായി തീരുന്നത്. അഥവാ എഴുത്തുകാരനല്ല കവിതയുടെ അർത്ഥം നിശ്ചയിക്കുന്നത്. എഴുത്തുകാർ തങ്ങളുടെ അനേകം അന്വേഷണങ്ങളുടെ ഭാഗമായി അവരുടെ അനുഭവങ്ങളും നൊമ്പരങ്ങളും സങ്കടങ്ങളും, ചിലപ്പോൾ കോപവും, ചിലപ്പോൾ കുതിച്ചുചാട്ടവും, ചിലപ്പോൾ തകർച്ചയും തളർച്ചയും രേഖപ്പെടുത്തി വയ്ക്കുകയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വായനക്കാർ ഓരോരുത്തരും അതിൽ നിന്ന് തങ്ങൾ വായിച്ചെടുക്കേണ്ട ഒരർത്ഥത്തെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് കവിത പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിക്കുന്നതും, അല്ലെങ്കിൽ കവിത പൂർണ്ണമായി തീരുന്നത് തന്നെ അപ്പോഴാണ്. ഞാൻ ഈ മുത്തു ചെറിയാൻ്റെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മുൻവിധിയുമില്ലാതെ വായിച്ചു തുടങ്ങിയ കവിതയാണ്. സാധാരണ പ്രവാസ ലോകത്ത് നിന്ന് ധാരാളം എഴുത്തുകൾ വരാറുണ്ടെന്ന് നമുക്കറിയാം. വലിയ കനപ്പെട്ട പുസ്തകങ്ങളല്ല പലതും അങ്ങനെ വരുന്നതും നമുക്കറിയാം. ധാരാളം എഴുത്തുകൾ അങ്ങനെ മറ്റ് പല സ്ഥലത്തു നിന്നും അമേരിക്കൻ മലയാളികൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ഒരുപാട് പേരങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഒരു വിദേശ മലയാളി ഒരുപക്ഷെ ഒരു സാഹിത്യ താല്പര്യത്തിന് വേണ്ടി എഴുതി പ്രസിദ്ധീകരിച്ചു എന്നുള്ള ഒരു മട്ടിലാണ് വായന തുടങ്ങുന്നത്. പക്ഷേ വായനക്കാരെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരുപാട് അർത്ഥങ്ങൾ, ഒരുപക്ഷെ അത് ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലാവും അനുഭവപ്പെടുക. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ കവിതകളെ വായിക്കാൻ ശ്രമിച്ചത്, ഈ കവിത മനുഷ്യൻ്റെ
അപൂർണനായ മനുഷ്യൻ്റെ പൂർണ്ണമല്ലാത്ത മനുഷ്യൻ തൻ്റെ പൂർണ്ണതയെ തേടിയുള്ള ഒരു അന്വേഷണത്തിലാണ് എന്നാണ്. അതൊരു പഴയ സങ്കല്പമാണ്. ഓരോരുത്തരും ഈ ആദ്യത്തെ കവിതയുടെ ആദ്യത്തെ വരി തന്നെ, ആദ്യത്തെ 2 വരികൾ തന്നെ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് എന്നെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. പേറ്റുനോവ് ഉടുത്ത് കരയുന്ന കവിതയ്ക്ക് കാവലാകാൻ എൻ്റെ കൂടെ പോരുമോ? ഇതൊരു സാധാരണ ചോദ്യമാണ്. പക്ഷേ എൻ്റെ കൂടെ നീ പോരുമോ എന്നിടത്ത് ഒരു ഞാനും ഒരു നീയും ഉണ്ട്. ഈ ഞാനും നീയും ഈ കവിതയിൽ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നുണ്ട്. ആ ആവർത്തന സ്വഭാവം കവയിത്രി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു കവിതയിൽ എഴുതുന്നുണ്ട്, കവിതയിൽ കവയിത്രിയെ തേടരുത് എന്ന്. കവിതയിലെ ഞാൻ കവിത എഴുതുന്നയാളല്ല. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരു കവിതയും ആസ്വദിക്കാൻ കഴിയില്ല. കവിതയിലെ നീ കവി മനസ്സിൽ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുമല്ല. കവിതയിലെ ഞാൻ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഒരു അപൂർണത അനുഭവിക്കുന്ന മനോവ്യാപാരമാണ്. ആ മനോവ്യാപാരം പൂർണ്ണമാകണമെങ്കിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു നീ അപ്പുറത്തുണ്ട്. ആ നീയെ കാണണം. അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ പറയാം, ഒരു മറുപാതി തേടിയുള്ള യാത്രയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ യാത്ര മുഴുവനും. അതിനു മുമ്പ് പല ആളുകളും ആ ആശയം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഗർഭാശയത്തിൽ വളർന്നു വരുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ പൊതിഞ്ഞ് അതിന് സുരക്ഷ കൊടുക്കുന്ന ഒരു പ്ലസൻ്റയുണ്ട്. ആ പ്ലസൻ്റയെ മലയാളത്തിൽ പറയുന്നത് മറുപിള്ള എന്നാണ്. പിള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ്, തള്ളയും പിള്ളയും. ഒരു മറുപിള്ളയുണ്ട് എല്ലാ മനുഷ്യ ജന്മങ്ങൾക്കും. ആ മറുപിള്ളയെ ഉപേക്ഷിച്ചുകൊണ്ട്, ആ ഒരു ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുന്നത്. അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അതുകൊണ്ട് തന്നെ ഒരു അപൂർണത അനുഭവിക്കുന്നുണ്ട്. അപ്പുറത്ത് വേറെ ഒരാൾ ഉണ്ട്. ആ വേറെ ഒരാളാവണമെന്നില്ല. ഒരുപക്ഷെ പഴയ ആളുകൾ പറഞ്ഞതുപോലെ അത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധമാകാം, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധമാകാം. സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരേ അർത്ഥത്തിൽ മാത്രമല്ല ആ മറുപാതി നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് നമ്മൾ കാണാത്ത ആ ഒരു മറുപാതിയെ തേടുക എന്നുള്ള അത്യന്തം ഗൗരവമുള്ള ഒരു ഇതിവൃത്തം ഈ കവിതകളിലെല്ലാം കടന്നു പോകുന്നുണ്ട് എന്നതാണ് ഞാൻ കാണുന്നത്. അത് ഒരു കവിതയിൽ മാത്രമാണെങ്കിൽ അത് ആ കവിതയുടെ സവിശേഷതയായി കാണാം. പക്ഷേ അതെല്ലാ കവിതകളിലും ഒരു അന്തർധാരയായി വന്നാൽ അതിൻ്റെ അർത്ഥം കവയിത്രി അറിയാതെ തന്നെ പിന്തുടരുന്ന ഒരു ആശയതലം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ്. കവിതകളിൽ നിങ്ങൾ കവയിത്രിയെ തിരയരുത് എന്ന കവിതയുടെ അവസാന ഭാഗത്ത് പൗർണമിയുടെയും അമാവാസിയുടെയും ഇടയിലെ ഭ്രാന്തമായ ഏതോ നിമിഷത്തിൽ അവൾ എഴുത്തു നിർത്തും എന്ന് പറയുന്നു. എഴുത്തു നിർത്തുക എന്നുള്ളത് കവിക്ക് സാധ്യമല്ല. കവിത്വത്തിൻ്റെ അവസാന തുള്ളി മനസ്സിലുള്ളിടത്തോളം എഴുതിയേ പറ്റൂ. എവിടെ വെച്ചാണ് എഴുത്തു നിർത്തുന്നത്? അമാവാസിയുടെയും പൗർണമിയുടെയും ഇടയിലുള്ള ഒരു നിമിഷത്തിലാണ്. അമാവാസിയെ നിങ്ങൾ ശൂന്യതയായി സങ്കല്പിക്കും. ചന്ദ്രനെ കാണാനേ ഇല്ല, ഇരുട്ടാണ്. അങ്ങനെയാണെങ്കിൽ പൗർണമി പൂർണ്ണതയാണ്. പൂർണ്ണമായ ചന്ദ്രൻ, പൂർണ്ണമായ നിലാവ്, നല്ല വെളിച്ചം. ഈ ശൂന്യതയ്ക്കും പൂർണ്ണതയ്ക്കും ഇടയിലുള്ള ഒരു നിമിഷത്തിൽ എഴുത്തു നിർത്താൻ വിധിക്കപ്പെടുന്നവരാണ് എല്ലാ എഴുത്തുകാരും എന്നത് ഒരു ദുരന്തമാണ്. നിങ്ങൾ പൂർണ്ണതയെ തേടുകയാണ്, പക്ഷേ ആ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയില്ല. അതിനിടയ്ക്ക് വെച്ച് നിങ്ങൾ വീണുപോകും. ആ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നെ ജീവിതമില്ല, പിന്നെ സമൂഹമില്ല. എല്ലാത്തിലും, വ്യക്തിപരമായ കാര്യത്തിൽ മാത്രമല്ല, ചരിത്രത്തിൽ പോലും.
നിങ്ങൾ ആഗ്രഹിക്കുന്ന പരിപൂർണമായ പൂർണ്ണതയുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ചരിത്രം ഇല്ലല്ലോ. എഴുതപ്പെട്ട ചരിത്രം മുഴുവനും വർഗസമരങ്ങളുടെ കഥയാണ്. എല്ലാ മനുഷ്യരും തുല്യരായി തീരുന്ന, എല്ലാ മനുഷ്യനും ഒരേപോലെ ജീവിക്കുന്ന ഒരു ഘട്ടം എത്തിയാൽ പിന്നെ ചരിത്രം തന്നെ ഇല്ലാതാവും. പിന്നെ ചരിത്രം ഉണ്ടാവണമെങ്കിൽ ആ പൂർണ്ണമായ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു അപൂർണത അവശേഷിക്കണം, എങ്കിലേ പിന്നെ മുന്നോട്ട് പോക്കുള്ളൂ. വിമർശനമാണ്, വിമർശനാത്മക ബോധനം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളുണ്ടല്ലോ. നിലവിലുള്ളതിനെ മെച്ചപ്പെടുത്തിയേ മുന്നോട്ട് പോകാനാവൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിലവിലുള്ളത് പൂർണ്ണമായും മെച്ചപ്പെട്ട ഒരു കുറവുമില്ലാത്ത ഒരു ഘട്ടം എത്തിയാൽ പിന്നെ മുന്നോട്ട് പോക്കില്ല. പിന്നെ ജീവിതം അവസാനിച്ചു, സമൂഹം അവസാനിച്ചു, ലോകവും അവസാനിക്കുകയാണ്. ഇവിടെ കവി ആഗ്രഹിക്കുന്നത് ഇത്തരമുള്ള ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടത്തുന്ന യാത്രയാണ്. ആ യാത്രയിൽ പക്ഷേ അവിടെ എത്താതെ ഏതെങ്കിലും ഒരു ഭ്രാന്തമായ നിമിഷത്തിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും. അതാണ് കവികൾ അനുഭവിക്കുന്ന, എഴുത്തുകാരെല്ലാവരും അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ അടിത്തറ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പടിയിൽ എത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ ഉള്ളുവെങ്കിൽ അതൊക്കെ സാധ്യമാവും. ഒരു നല്ല വീട് വെക്കണം, ഒരു വാഹനം വാങ്ങണം, ഒരു നല്ല ഔദ്യോഗിക പദവിയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ സാധ്യമാണ്. അതൊക്കെ വളരെ ചെറിയ ആഗ്രഹമാണ്. പക്ഷെ നിങ്ങളിൽ അവശേഷിക്കുന്ന അപൂർണതയെ പൂരിപ്പിക്കാനുള്ള ഒരു മറുപകുതിയെ കണ്ടെത്തി എൻ്റെ ജീവിതം പൂർണ്ണമാക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു ലക്ഷ്യമാവുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് പിടഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ കവികളുടെയും ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തെ ഈ കവി ബോധപൂർവമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ദുരന്തത്തെ ഈ കവി പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ കവിതകൾ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് താൻ ആഗ്രഹിക്കുന്ന എല്ലാ വരികളും എഴുതിയിട്ടില്ല എന്ന് ഈ കവിക്ക് അറിയാം. അങ്ങനെ തന്നെ പറയുന്നു, എഴുതാതെ പിണങ്ങുന്ന വരികളെ വരും ജന്മത്തിലെന്നോതി കബളിപ്പിക്കും. ഞാൻ എഴുതാതെ ബാക്കി വെക്കുന്ന വരികളുണ്ടിപ്പോൾ. അത് ഈ ജന്മത്തിൽ എഴുതാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭ്രാന്തമായ നിമിഷത്തിൽ ഞാൻ ഈ എഴുത്ത് അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ എനിക്ക് വരും ജന്മത്തിലേക്ക് അത് എഴുതേണ്ടി വരും. എഴുതിയ വരികളേക്കാൾ മനോഹരമാണ് എഴുതാത്ത വരികൾ എന്ന് നമുക്കറിയാം. കേട്ട പാട്ടുകളേക്കാൾ മധുരതരമാണ് കേൾക്കാത്ത പാട്ടുകൾ, കേൾക്കാനിരിക്കുന്ന പാട്ടുകൾ, വരാനിരിക്കുന്ന കവിതകൾ എന്നുള്ളത് ഇതിനേക്കാൾ മനോഹരമാണ് എന്നറിയാം. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒന്നിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരും ചെയ്യുന്നത്, ഞാൻ ഇതുവരെ അനുഭവിച്ചതൊന്നുമല്ല യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടത്, ഞാൻ ഇതുവരെ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത്, ഇനിയും എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്, ഞാൻ അറിഞ്ഞതിൽ പാതി പറഞ്ഞതില്ല, പറഞ്ഞതിൽ പാതി പതിരായി പോയി എന്ന് കുറച്ചുകൂടി മുതിർന്ന ഒരു കവി മലയാളത്തിൽ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ആത്മനൊമ്പരം അത് യഥാർത്ഥത്തിൽ കവിയുടെ ആത്മനൊമ്പരമാണ്, കവി അനുഭവിക്കുന്ന വേദനയാണ്. നോക്കൂ, മറ്റൊരിക്കൽ ഇതേ ആശയം തന്നെ വീണ്ടും വീണ്ടും വരുന്നു. കടിഞ്ഞൂൽ കിനാക്കൾ നിഷേധിക്കപ്പെട്ടവനൊരു അന്ത്യാഭിലാഷവും വേണ്ട. കടിഞ്ഞൂൽ കിനാവ് തുടക്കമാണ്, അന്ത്യാഭിലാഷം അവസാനമാണ്. കടിഞ്ഞൂൽ കിനാവ് തന്നെ നിഷേധിക്കപ്പെട്ടവന് അന്ത്യാഭിലാഷം വേണ്ട എന്ന് പറയുന്നത് പരസ്പരം വിരുദ്ധമായ മുഖങ്ങളോടെ നിൽക്കുന്ന രണ്ട് ജീവിത മുഹൂർത്തങ്ങളെ എടുത്തു വെക്കുകയാണ്. അതിനിടയ്ക്കാണ് കവി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ വൈരുദ്ധ്യം, ഈ അമാവാസിയും പൗർണമിയും തമ്മിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് കടിഞ്ഞൂൽ കിനാവും അന്ത്യാഭിലാഷവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിൽക്കുന്നത്. മറ്റൊരിടത്ത് അതേ ആശയം വീണ്ടും വരുന്നു. വിശുദ്ധനായിരുന്നവൻ പാപിയായി തീർന്നൊരു പഴങ്കഥ. ഒരാൾ പാപിയായിരിക്കുക എന്ന് പറയുന്നതും അയാൾ വിശുദ്ധനാവുക എന്ന് പറയുന്നതും ഈ വൈരുദ്ധ്യത്തെ എടുത്തു പിടിക്കുന്ന ഒന്നാണ്. പൂന്തോട്ടങ്ങളിൽ യുദ്ധക്കളങ്ങളെ ഒളിപ്പിച്ചവൾ എന്ന് വേറൊരു സ്ഥലത്ത് പ്രയോഗിക്കുന്നുണ്ട്. പൂന്തോട്ടവും യുദ്ധക്കളവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം വളരെ പ്രധാനമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ വരി ഏതാണ്? ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് ഈ കവിതയുടെ വേറൊരു ഭാഗത്ത്, മറ്റൊരു കവിതയിൽ മറ്റൊരു ഭാഗത്ത് അറിയാതെ വന്നു പോകുന്നുണ്ട്. പറഞ്ഞതിനേക്കാളേറെ പറയാതെ മാറ്റിവെച്ചവൾ. കവി സ്വയം പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. അത് സ്ത്രീത്വം എന്ന കവിതയിലാണ് അങ്ങനെ ഒരു പ്രയോഗം വന്നുപെടുന്നത്. ഈ എല്ലാ കവിതകളെയും കുറിച്ച് എടുത്തെടുത്ത് ഇങ്ങനെ ഞാൻ പറയേണ്ടതില്ല. ഞാനും നീയും എന്നുള്ളത് ഈ കവിതയുടെ ഒരു സ്ഥായി ആയി നിൽക്കുന്ന രണ്ട് ബിംബങ്ങളാണ് ഞാൻ പറഞ്ഞു. പുതിയ തുടക്കം എന്ന കവിത കുറച്ചുകൂടി തത്വചിന്താപരമായി ഈ ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. കാരണവുമില്ലാതെ ഇന്നലെ
നീ അകന്നെങ്കിൽ കാരണം കണ്ടുപിടിച്ച് ഇന്ന് നീ എന്നിലേക്ക് മടങ്ങി വരരുത്. ഞാനും നീയും രണ്ടാണ് എന്നിരിക്കെ, നിന്നെ അന്വേഷിക്കലാണ് എൻ്റെ കടമ എന്നിരിക്കെ, ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും വരിക എന്നുള്ളത് പരസ്പരം പൂർത്തിയാക്കേണ്ട ഒരു സൈക്കിളാണ്, ഒരു ചക്രമാണ് എന്ന് തിരിച്ചറിയുകയും ആ ചക്രത്തിൻ്റെ യാത്രയിലാണ്, അതിലൂടെയുള്ള സഞ്ചാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നും ഈ പുതിയ തുടക്കം എന്നുള്ള കവിത നമ്മളോട് പറയുന്നു. മരണപ്പെട്ടവൻ്റെ മടങ്ങിവരവ് എന്നൊരു കവിതയുണ്ട്. ദേഹിയും ദേഹവും പകുത്തുമാറ്റി മോക്ഷമെല്ലാം മാംസഭുക്കായി ഞാൻ നിന്നിലേക്ക് തന്നെ മടങ്ങട്ടെ. കവിതകളിൽ ഉടനീളം ഈ ആശയം നിൽക്കുകയാണ്. എനിക്ക് എത്തിച്ചേരേണ്ട ഒരു പരമപദമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കണ്ടെത്തേണ്ട ഒരു ലക്ഷ്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടി പൂർണ്ണമായ ഒരു ജീവിതം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന ഒരു ജീവിതത്തിന് അർഹരാണ് എന്ന് പറയുന്നതും ഇതിൻ്റെ തന്നെ ഒരാശയമാണ്. അതൊരു രാഷ്ട്രീയ ആശയമായി തീരും എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. കവിതയിൽ അത് അങ്ങനെ തുറന്ന രാഷ്ട്രീയമായിട്ടായിരിക്കില്ല പറയുന്നത്. കവിതയിൽ അത് പൂർത്തീകരിക്കപ്പെടാനുള്ള അനേകം അന്വേഷണങ്ങൾ തുടർച്ചയായിട്ടാണ് വരിക. വളരെ തുറന്ന ഒരു രാഷ്ട്രീയ കവിതയുണ്ട് ഇതിനകത്ത്. ബാക്കി എല്ലാ കവിതകളും തത്വചിന്താപരമായി ജീവിതത്തെ നോക്കിക്കാണുന്ന, മനുഷ്യൻ്റെ സ്ഥായിയായ ദുഃഖത്തെക്കുറിച്ച് പറയുന്ന, ഒരു ആത്മപീഠയെക്കുറിച്ച് പറയുന്ന കവിതകളാണെങ്കിൽ വളരെ തുറന്ന രാഷ്ട്രീയമാണ്. സഖാവിനെ പ്രണയിച്ചവൾ എന്നൊരു കവിതയുണ്ട്. ആ കവിതയിലും പക്ഷേ സഖാവിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച്, വളരെ ത്യാഗസമ്പന്നമായ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ സാഹിത്യത്തിൻ്റെ ഭാഷയിൽ ഈ കവിത വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും കവി അറിയാതെ പറഞ്ഞു പോകുന്നത്, കണ്ടില്ല നീ നിന്റെ കൺമുന്നിൽ തോരാതെ പെയ്തു പാഴായിപ്പോയ പ്രാണന്റെ പാതിയെ എന്നാണ്. സത്യത്തിൽ സഖാവിൻ്റെ പ്രാണന്റെ പാതി ഒരു വ്യക്തി ആയിരിക്കില്ല, സമൂഹമായിരിക്കും, ഒരു പ്രസ്ഥാനമായിരിക്കും, അല്ലെങ്കിൽ ഈ നാട് മുഴുവനുമായിരിക്കും. പ്രാണന്റെ പാതി തന്നെയാണ് അത്. വേറൊരു രൂപത്തിലാണ് അനുഭവപ്പെടുന്നത് എന്നേ ഉള്ളൂ. ഇവിടെ കവി വേറൊരു രൂപത്തിൽ തത്വചിന്താപരമായി അതിനെ കാണുകയാണ്. അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ അനുഭവത്തെ ഒരു വ്യക്തി അനുഭവമായി വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ കവി ചെയ്യുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ള 20 കവിതകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ ഒരുപാട് ദീർഘമായി സംസാരിക്കുന്നില്ല. അവസാനത്തെ കവിത ഓന്തു മനുഷ്യർ എന്നാണ്. അത് കുറച്ച് സാമൂഹ്യ വിമർശനപരമായ ഒരു കവിതയാണ്. എങ്ങനെയാണ് മനുഷ്യ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥായിയായ നിലപാടില്ലാത്തതിൻ്റെ ഒക്കെ കാര്യം വിശദീകരിക്കുന്ന രാഷ്ട്രീയമായ ഒരു കവിത അതിനകത്തുണ്ട്. ഞാൻ പറയുന്നത്, എനിക്ക് മിത്തു ചെറിയാൻ ആരാണെന്ന് അറിഞ്ഞുകൂടാ, എത്ര പ്രായമുണ്ടെന്ന് അറിഞ്ഞുകൂടാ, എത്ര മുൻപ് എന്തൊക്കെ സാഹിത്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ഈ കവിതകൾ വളരെ ഗൗരവമായി സാഹിത്യത്തെ കാണുന്ന, ഗൗരവമായി ജീവിതത്തെ കാണുന്ന, ജീവിതത്തെ സാഹിത്യത്തിൻ്റെ ഉപാധികൾ വെച്ച് അളക്കാൻ ശ്രമിക്കുന്ന, അങ്ങനെ അളക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി സ്വയം ദുഃഖം അനുഭവിക്കുന്ന, ആ ദുഃഖത്തെ പലതരത്തിലുള്ള വിശകലനങ്ങൾക്ക് വിധേയമാക്കി അതിനെ സാഹിത്യത്തിൻ്റെ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന, ഒരു പക്ഷേ ഒരു മുത്തുച്ചിപ്പിയിൽ വീഴുന്ന ഒരു മൺതരി എങ്ങനെയാണ് ഒരു മുത്തായി മാറുന്നത്, അങ്ങനെ മാറുന്ന അവസരത്തിൽ ആ മുത്തുച്ചിപ്പി അനുഭവിക്കുന്ന അസ്വസ്ഥതയും വേദനയും ഉണ്ട്, നമുക്കറിയില്ല അത് എത്രമാത്രമാണ് എങ്ങനെയാണ് എന്നുള്ളത്. ആ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഒരു മൺതരിയെ മുത്തുച്ചിപ്പി മുത്താക്കി മാറ്റുന്നത് എന്നതുപോലെ സ്വന്തം ആത്മദുഃഖങ്ങളെ ഇങ്ങനെ മനോഹരമായ കവിതയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് മിത്തു ചെറിയാൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിന് ഒരു അവതാരികയുണ്ട്, വളരെ പ്രൗഢമായ, പഠനാർഹമായ, കുറച്ചുകൂടി ഓരോ കവിതയെയും എടുത്ത് വിശകലനം ചെയ്യുന്ന ഗൗരവത്തിലുള്ള ഒരു അവതാരിക കൂടി ഉണ്ട് ബാബുജി സാറിൻ്റെ. അതും ഈ കവിതയിലൂടെ കടന്നു പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. ആവിഷ്കാരത്തിൽ കാൽപ്പനികമായ ഒരു പാതയാണ് ഈ കവി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അവതാരികയിൽ ബാബുജി സാർ എഴുതുന്നുണ്ട്. ആ ഒരു ശൈലിയുടെ പരിമിതിയും ആ ശൈലിയുടെ മികവും അവതാരികയിൽ വിശദീകരിക്കുന്നു ഉണ്ട്. എന്തുകൊണ്ടും ഒരു നല്ല വായനാനുഭവമാണ് ഈ കവിത നമുക്ക് തരുന്നത്. സഹൃദയ സമക്ഷം ഇത് പരിചയപ്പെടുത്താൻ കിട്ടിയ ഒരവസരത്തിൽ അതിനെന്നെ നിയോഗിച്ചതിനുള്ള ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ. അഭിവാദനങ്ങൾ. പുസ്തക പ്രകാശനമാണ്
നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ MG ബാബുജി സാറാണ് അത് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയത്. ബാലസാഹിത്യകാരനും കവിയുമായ ശ്രീ JR കുറുപ്പാണ് ഇത് ഏറ്റുവാങ്ങുന്നത്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ JR കുറുപ്പ് സാർ. പ്രിയപ്പെട്ടവരെ, ഈ അക്ഷരനഗരിയുടെ അഭിമാനമായ ഈ അക്ഷര മ്യൂസിയത്തിലെ ഈ തിയേറ്ററിൽ നമുക്ക് ഒത്തുചേരാനുള്ള ഏർപ്പാടുകളെല്ലാം ഉണ്ടാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ MG ബാബുജി സാറാണ്. ബാബുജി സാറിന് നന്ദി. സുഹൃത്തുക്കളെ, ഈ കവിതാ സമാഹാരത്തിന് ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോജി കൂട്ടുമൽ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ അവതാരിക കുറിക്കേണ്ടി വന്നത് എനിക്കാണ്. അത് വളരെ പെട്ടെന്ന് എഴുതി തരണമെന്ന് നമ്മുടെ ബേബി പറക്കടവൻ പറഞ്ഞതുകൊണ്ട് ഒറ്റ വായനയ്ക്ക് എൻ്റെ മനസ്സിനെ സ്പർശിച്ച ചില കവിതകളെ സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് അത് പെട്ടെന്ന് എഴുതി തീർത്തത്. പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ജോജി കൂട്ടുമൽ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചത് കേട്ടപ്പോൾ ഞാനായിരുന്നില്ല, ശ്രീ ജോജി ആയിരുന്നു അതിന് അവതാരിക എഴുതേണ്ടിയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത്രയേറെ ആ കൃതിയുടെ കാമ്പ് എന്താണെന്ന് അറിഞ്ഞ് അദ്ദേഹം സംസാരിച്ചു. വളരെ ചെറിയ സമയം കൊണ്ടാണ്, 2 ദിവസമോ മറ്റോ കിട്ടിയിട്ടുള്ളൂ ആകപ്പാടെ. അതിനിടയ്ക്ക് അത് മിത്തുവിനെ ഞാൻ ആദ്യം നമ്മുടെ കവിയരങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അന്ന് കുവൈത്ത് ചാപ്റ്ററിലെ ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. അന്ന് അവർ ഒരു കവിത ചൊല്ലി. ആ കവിത കൊണ്ട് തന്നെ ഇത് നല്ല സ്പാർക്കുള്ള ഒരു കവിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം തന്നെ എഴുന്നേറ്റ് ഷേഖാരന് കൊടുക്കുകയും ചെയ്തിരുന്നു മിത്തുവിനെ. പിന്നെ മിത്തുവിൻ്റെ കവിതയിലൂടെ കടന്നുപോയപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. അത് ഈ പ്രവാസ ജീവിതത്തിൻ്റെ ഇതൊരു വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണല്ലോ കവിത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇടപെട്ടു പോകുന്ന ഒരു ജീവിതത്തെ അവിടെ തന്നെ പിടിച്ചു നിർത്തി കവിത എഴുതുന്നതിനേക്കാൾ നല്ലത് നമ്മളെവിടെയോ മറന്നു വെച്ചു പോകുന്ന ഒരു ജീവിതത്തെ മാറി നിന്ന് കാണുമ്പോഴും നോക്കുമ്പോഴും അറിയുമ്പോഴും അനുഭവിക്കുമ്പോഴുമാണ് കവിത അറിയാതെ ജനിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അത് ഈ പ്രവാസികളുടെ പല കവിതകളും വായിച്ചു നോക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അത് പല കവിതകളിലും അത്രയും ചില കുറിപ്പുകൾ എഴുതേണ്ടി വന്നിട്ടുള്ളപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള ഇതാണ്. അത്തരമൊരു നല്ല കവിയാണ് നമ്മുടെ ഈ മിത്തു ചെറിയാൻ. ഇനി കവിയരങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യം ജയമോൾ വർഗീസ്. ജയമോൾ വർഗീസ് കവിയും സാഹിത്യകാരിയും അതുല്യ നടിയുമാണ്. കവികളെ കുറിച്ച് ഇന്ന് കവിത അരങ്ങായതുകൊണ്ട് കവികളെ കുറിച്ച് തന്നെ ഞാൻ എഴുതിയൊരു കവിത എഴുതാം. ഇതൊരു സംഭവമാണ് കവി, അതാണുള്ളതാണ് കവിതയുടെ പേര്. കവി അവരൊരു സംഭവമാണെന്നേ. ഭാവനാ സ്വപ്നങ്ങളിൽ ഉറങ്ങി എഴുന്നേൽക്കുന്നവർ, അല്ലെങ്കിലും കവിഭാവനകൾക്ക് അന്തമില്ലല്ലോ നീ. സൂര്യനിലും കുടില് കെട്ടി താമസിക്കുമവർ, മരുഭൂമികളിലും ഹിമശൈലങ്ങളെ നിർമ്മിക്കുമവർ, നക്ഷത്രങ്ങളെ കൊരുത്ത് മാലയിടുമവർ, മേഘങ്ങളെ ചിറകുകളാക്കും, നദികളെ അരഞ്ഞാണമാക്കുമവർ. ചിലപ്പോഴൊക്കെ സമുദ്രങ്ങൾക്ക് മീതെ ചിറകുകൾ വീശി നൃത്തം ചെയ്യുമവർ. അപ്സരസുകൾ അവർക്ക് അന്തഃപുരം അലങ്കരിക്കുന്ന ദാസിമാരാവും. ഹൃദവേദങ്ങൾ അവരുടെ ഭവനത്തിന് ചുവരുകൾ തീർക്കും. ഉദയവും അസ്തമയവും അവരുടെ മിഴികളെ ചുംബനത്താൽ മുദ്രയിടും. സകല പക്ഷിമൃഗാദികളും അവരുടെ ഹൃദയത്തിൽ താമസമാക്കും. ദൈവത്തിന് സാത്താന്റെ കൊമ്പുകളും സാത്താന് ദൈവത്തിന്റെ മുഖവും കവികൾ തുന്നിച്ചേർക്കും. ഭൂമിയെ സൃഷ്ടിച്ചത് അവരാണെന്ന് വമ്പു പറയും അവർ. ദൈവങ്ങൾക്കും വളരെ മുമ്പേ പിറന്നവരാണെന്ന് സ്വയം വാദിക്കും അവർ. ദുഃഖങ്ങളെ മോന്തി കൊടിക്കുമ്പോഴും നീലാകാശം പോലെ ചിരിക്കും അവർ. അഗ്നികുണ്ഡങ്ങൾക്ക് മീതെ ഉറങ്ങുമ്പോഴും നിലാവിനെ പുതയ്ക്കും അവർ. കപടതകളുടെ മുഖംമൂടികളെ സൂക്ഷ്മ നേത്രങ്ങളാൽ അവർ പെട്ടെന്ന് അളന്നെടുക്കും. തേനിറ്റുന്ന വാചാലതകളുടെ വശ്യതകളെ
ഒരു ചിരിയാൽ അവർ ആത്മാവിന്റെ നഗ്നതയോളം വായിച്ചെടുക്കും. ചെകുത്താന് കപ്പം നൽകുന്ന മതമേധാവികളുടെ അജീർണം ബാധിച്ച ഹൃദയങ്ങളെ വെള്ളയടിച്ച കല്ലറകളെന്ന് പറഞ്ഞവർ ഉറക്കെ ചിരിക്കും. രാഷ്ട്രീയക്കാരന്റെ പൊള്ളയായ ചിരികൾക്കവർ പിണ്ടം വെച്ച് ബലിയിടും. ചിലപ്പോഴവർ കാട്ടുതീയാവും. നെറുകേടുകളെ ചുട്ടരിക്കാൻ ആത്മാവുഴറുന്ന കാട്ടുതീ. ജീവിതത്തിന്റെ മരുപ്പച്ചകൾ തിരഞ്ഞലിയുന്ന വ്യതപടർന്നവന്റെ കണ്ണിലുദിച്ച മെരുങ്ങാത്ത കൊടുങ്കാറ്റാവും ചിലപ്പോഴവർ. ഭ്രാന്തന്റെയും നാടോടിയുടെയും അനാഥന്റെയും അധസ്ഥതന്റെയും കുത്തഴിഞ്ഞു ചെറിയ ജീവിതത്താളിലെ അമരത്വമുള്ള ആരും വായിക്കാത്ത അക്ഷരങ്ങളായി ഈ കവികൾ പിറക്കാറുണ്ട്. അതിലുമേറെ രസം അവർ തങ്ങളെ മാത്രം സ്വയം എന്താണെന്ന് തിരിച്ചറിയുന്നേയില്ല എന്നതാണ്. കാമുകനാണോ കവിയാണോ ആദ്യമുണ്ടായതെന്ന് അവർ തങ്ങളോട് തന്നെ കാലോൽപ്പത്തി മുതൽ ഇന്നും സ്വയം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കവികളെ അവരൊരു സംഭവം തന്നെയാണ് കേട്ടോ. താങ്ക് യു. നമുക്ക് പരിപാടി തുടരാം. 4:30 നമ്മൾ അവസാനിപ്പിക്കാൻ വെച്ചിരിക്കുന്ന സമയം. അതിനേറെ അടുത്തു. അതുകൊണ്ട് ഇനി കവിത ചൊല്ലാനുള്ളത് പ്രിയപ്പെട്ട നമ്മുടെ രഞ്ജിനി വി തമ്പി ഒരു കവിത ചൊല്ലും. അതോടൊപ്പം തന്നെ നമ്മുടെ സിബി സാർ ഇവിടെ വന്നിട്ടുണ്ട്. സിബി സാറ് നന്നായിട്ടൊരു പാട്ട് പാടും. സാറ് കവിതയേക്കാൾ ഉപരി അദ്ദേഹം ഒരു ഗായകനാണ്. അദ്ദേഹവും ഇതിനകത്ത് പങ്കെടുക്കും. പിന്നെ ചായ കുടി കഴിഞ്ഞ് വരുന്ന ആളുകൾ ഈ കവിയരങ്ങിൽ പങ്കെടുക്കും. എന്തായാലും ഒരു അരമണിക്കൂറിനപ്പുറം നമ്മൾ നീണ്ടുപോകാണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് രഞ്ജിനി ഇപ്പോൾ ഒരു കവിത ചൊല്ലും. കവിതയുടെ പേര് സ്നേഹം. ഇതൊരു ഗദ്യ കവിതയാണ്. വീണ്ടും അവൾ ഇളകുന്ന ഭൂമിയിൽ കെട്ടിടം പണിയുവാൻ ശ്രമിക്കുന്നുണ്ട്. കരള് പറ്റി വീഴുന്നിടത്തേക്ക് പകലിൽ നിന്നും രാത്രിയിലേക്ക് അവളെയും കൊണ്ടുപോകും. രാത്രിയിലെ ലഹരിയിൽ അയാൾ എഴുതിയ അവിഹിത ലിസ്റ്റ് ഓർത്തെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഊരും പേരുമില്ലാത്തവരുൾപ്പെടെ എത്രയോ പേർ ബൈക്കിലും കാറിലുമായി 100 മൈലുകൾ പിന്നിട്ടിരിക്കും. നിന്നെ കെട്ടിയപ്പോൾ മുതലാണ് അവൻ ഇങ്ങനെയെന്ന് ഇരുപുറവും പൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ വീട്ടിലാകെ അലയടിക്കും. ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയും ഇരിക്കുമെന്ന ഉറപ്പിൽ പെറ്റമ്മ നെഞ്ചിലാളിക്കെത്തിയ തീ കിടത്തിക്കൊടുക്കും. ആണായാൽ ഇത്തിരി കുടിയും വലിയും കാണും പെണ്ണേന്ന് ആ നിഘണ്ടുവിൽ എഴുതിയത് ഒരു തവണ കൂടി വായിച്ചു കേൾപ്പിച്ച് കരള് പറ്റിക്കരിഞ്ഞ് ചത്ത അപ്പൻ്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെങ്ങിപ്പൊട്ടും അവർ. നീയും പിള്ളേരുമല്ലാതെ ആരുണ്ടെന്നെനിക്കെന്ന ഒറ്റ ചോദ്യത്തിൽ ഇരുട്ടിൻ്റെ വഴിയിൽ അയാൾ അവളെ കൈപിടിച്ച് നടത്താൻ ആഗ്രഹിക്കും. അപ്പൻ ഇനി കുടിക്കില്ലേ എന്നും അപ്പനെ വിട്ട് അമ്മ പോകില്ലേ എന്നും കെഞ്ചിയാൽ സ്നേഹത്തിൻ്റെ വാതിൽ എങ്ങനെയാണ് അവൾ തുറക്കാതിരിക്കുന്നത്? ഒന്ന് കേക്കേ. നല്ല കവിതയൊന്നും അല്ല കേട്ടോ, ഞാൻ എഴുത്തുകാരിയൊന്നും അല്ലേ. എൻ്റെ കവിതയുടെ പേര് മൃദുവിലാസം. വെറുതെ ഇരുന്നപ്പോൾ എഴുതുകയാണ്. ഒറ്റ നോക്കിൻ്റെ തീക്ഷ്ണമാം വേനലിൽ വെന്തു തീരുവാൻ പുഷ്പമാകുന്നു ഞാൻ. ഒറ്റ വാക്കിൻ്റെ കാളരാത്രിക്കടൽ ഏറ്റുവാങ്ങുവാൻ ആകാശമായി ഞാൻ. എണ്ണിക്കുറയുമെന്നായുസിൽ ഒന്നുമൊന്നും പറയാഞ്ഞതെന്തു നീ വിരൽ ചുട്ടു നീട്ടിയാൽ ഞാനതിൽ പട്ടടക്കെട്ടു പൊട്ടാൻ കിടപ്പാണ്. നിന്റെ കണ്ണിൻ തീർത്ഥഗംഗയൊന്നിറ്റിയാൽ അപ്പോഴേ ജന്മഗേഹം കടന്നു ഞാൻ. സത്യകാലത്തു മുണ്ടനായി വന്നു ഞാൻ, പിന്നെ ചണ്ടാള വേഷം പുതച്ചതായി. പിന്നെയും ഭിക്ഷ ചോദിച്ചു ഭിക്ഷുവായി നിൻ പടിക്കെട്ടു കാർ കൊണ്ട നെഞ്ചുമായി. നിന്റെ ശൂന്യതയ്ക്കാവുമെന്നിൽ ഇടിവീഴ്ത്തുവാൻ എന്നിതാ തുലാരാവിനും നിശ്ചയം. എന്നെ നിന്റെ ഈ കോവിലിൻ മുന്നിൽ ഞാൻ പടിയിറക്കുന്നു, മന്ത്രം പിടയ്ക്കുന്നു. നിന്റെ ഉടവാളു തുള്ളിത്തെറിക്കുന്നു താളമാണെൻ്റെ ജീവിത സ്പന്ദനം. നെഞ്ചിലമ്പിൻ്റെ പൊട്ടിച്ചിരിക്കലി നെഞ്ചിലോലുമൻ പൊട്ടിക്കരച്ചിലും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു ഗദ്യ കവിതയാണ് വിശപ്പ്.
ഇത് വിശപ്പ് എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരാൾ വിശപ്പിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു വീക്ഷണം അങ്ങനെയാണ്. ഇത് എഴുതാനുണ്ടായ സാഹചര്യം കഴിഞ്ഞതിന് മുമ്പിലത്തെ മാസം ഏറ്റുമാനൂർ കാവ്യവേദിയുടെ അവിടെ ചെന്നു. അപ്പം 12:45 ഞാൻ ജയമോളോട് പറഞ്ഞു, ജയമോളെ എനിക്ക് വിശക്കുന്നെന്ന്. അപ്പം ജയമോള് പറഞ്ഞു, നിനക്ക് ഒരു നേരം വിശന്നപ്പം നിനക്ക് ഇത്രയും വിഷമമാണെങ്കിൽ എങ്ങനെയാണ്? അപ്പം ഞാൻ ഈ വിശപ്പിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ എഴുതിയ ഒരു കവിതയാണ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കുക. നിസ്സഹായത നിശബ്ദമായുറങ്ങുന്ന അവൻ്റെ നിലാവറ്റ മിഴികളിലാണ് വിശപ്പിൻ്റെ ഭാഷയാദ്യം വായിച്ചെറിഞ്ഞത്. സഹനത്തിനതിരുകളിലെ കാത്തിരിപ്പാണത്. കൊള്ളിയായെരിഞ്ഞൊടുവിൽ ആളിപ്പടരുമഗ്നിനാളം. കണ്ണീർ പാടങ്ങൾ കവിഞ്ഞൊഴുക്കും തോരാമഴ. നോവുകളുടെ പ്രതിനിധിയും മരിക്കാത്ത സത്യവും. നോവുകളുടെ പ്രതിനിധിയും മരിക്കാത്ത സത്യവും. ജീവൻ തള്ളി നീക്കാൻ കിതയ്ക്കുന്ന പ്രാണന്റെ പോരാട്ടവുമാണത്. ശൂന്യരാശികളിലേക്ക് കുതിച്ചെത്തുന്ന തീവണ്ടികളുടെ ചൂളം വിളികളാണ്. അമ്മയുടെ നെഞ്ചിലെരിയുന്ന കനലും അച്ഛൻ്റെ മനസ്സിലെ തോൽവിയുമാണത്. പങ്കിട്ടു നൽകിയ പൊതിച്ചോറിലെ അവസാന വറ്റും വടിച്ചവൻ പറഞ്ഞപ്പോൾ പാഠപുസ്തകങ്ങളിലും ആഫ്രിക്കയിലെ കുഞ്ഞുമുഖങ്ങളിലും വായിച്ചറിഞ്ഞിട്ടുള്ള കാണാത്ത ലോകത്തിൻ കവാടത്തിനരികെ തേങ്ങലുകൾക്കു കാതോർക്കുമ്പോൾ വിശപ്പിൻ്റെ വിളി എന്തെന്നറിയാത്ത വിശപ്പോടുറങ്ങിയിട്ടില്ലാത്തെനിക്കെന്തർഹത വിശപ്പിനെ കുറിച്ചെഴുതുവാൻ. ജാതിയും മതവുമില്ലാത്ത തീയായി കത്തിയെരിയുന്ന മരുഭൂമികളിൽ അലയുവാൻ. വേദനകളെ കുറിച്ചെഴുതുവാൻ വാക്കുകളില്ലല്ലോ. സൂര്യനെരിയാത്ത പകലുകളിൽ അന്നമെത്തിയണയുന്ന അവസാന വാക്കായിരുന്നു വിശപ്പെനിക്കെന്നും. വിശപ്പറിയിക്കാതെ പോറ്റി വളർത്തിയവർക്ക് നന്ദി ചൊല്ലാൻ കടം വീട്ടുവാനൊരു ജന്മം പോരാ. വിശപ്പറിയിക്കാതെ പോറ്റി വളർത്തിയവർക്ക് നന്ദി ചൊല്ലാൻ കടം വീട്ടുവാനൊരു ജന്മം പോരാ. നന്ദി. രാവിലെ മുതൽ ഇതേ സമയം വരെ ഈ കവിയരങ്ങ് സജീവമാക്കി നിർത്തിയ കവിയരങ്ങിലെ എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ കവിയരങ്ങിനെ ധന്യമാക്കിയ കവിയും ബാലസാഹിത്യകാരനും അങ്ങനെ സാഹിത്യ മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രിയപ്പെട്ട JR കുറുപ്പ് സാറ്, അതുപോലെ കോട്ടയം കവിയരങ്ങിന് എന്നും നടന്നുടാൻ നിൽക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ MG ബാബുജി സാറ്, നാരായണൻകുട്ടി സാറ്, അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ ചടങ്ങുകളും നമുക്ക് ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്ത് വളരെ മനോഹരമായി നമ്മുടെ ഈ കവിയരങ്ങിൻ്റെ ദൃശ്യ പ്രചരണങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ട രാമചന്ദ്രനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പോളിയേട്ടനുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇന്നത്തെ ഈ കവിയരങ്ങ് അവസാനിച്ചിരിക്കുന്നു. ബാബുജി സാറ് പറഞ്ഞതിനെ കുറിച്ച് ഒരു വലിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ വന്നു കവിത ചൊല്ലി തിരിച്ചു പോകുന്ന ഒരു പല വേദികളെയും പോലെ നമ്മൾ ഈ വേദിയെ കാണരുത്. നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഈ കവിയരങ്ങളിൽ നിന്നും ലഭിക്കും, എഴുതാൻ ലഭിക്കും, പ്രചോദനം ലഭിക്കും എന്ന് ഓരോ പരിപാടിയും കൂടെ നമ്മൾ കണ്ടു. ചരിത്രത്തിൽ ഒരു കവിയരങ്ങിൻ്റെ ചരിത്രത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടൊരു കായൽ കവിസമ്മേളനം നടത്തി. ഹൃദ്യമായ അനുഭവമായിരുന്നു. ഇപ്പം നമ്മളൊരു മ്യൂസിയം സന്ദർശനം നടത്തി, അരമണിക്കൂറിന് മ്യൂസിയം കണ്ടു തീരാൻ പറ്റില്ല. ഇത്
എഴുത്തുകാർക്ക് കൃത്യമായി ഇവിടെ ഇനിയുള്ള ദിവസമെങ്കിലും വന്ന് ഇതിലെ ഓരോന്നും സമയമെടുത്ത് കണ്ട് അതിൻ്റെ വിശദീകരണം ചോദിച്ച് പോയാൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ അറിവിൻ്റെ വെളിച്ചം വീശാൻ അക്ഷരം മ്യൂസിയം സഹായിക്കും. അതിന് വരും ദിവസങ്ങളിൽ നമ്മളൊരു നാന്ദി കുറിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്കും അതുപോലെ കൂട്ടായും സുഹൃത്തുക്കളായും കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു.